ക്ലോറിൻ വാട്ടർ യൂസ് ചെയ്യുന്നവരുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഹെയർ ഫോളിന്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് ഈ പറയുന്ന ക്ലോറിൻ വാട്ടറും അതുപോലെ തന്നെ ഹാർഡ് ഷാംപൂസ് ആണ്, അതായത് സൾഫേറ്റ് പാരബൻ ഫ്രീ അല്ലാത്ത ഷാംപൂസ്. ഓക്കെ, സോ നമ്മുടെ ഡേ 3 മോർണിംഗ് ആണ് ഇന്ന്. സോ ഇന്നലെ നമ്മൾ ചെയ്തതെന്ന് വെച്ചാൽ ഹോട്ട് ഓയിൽ മസാജ് ആയിരുന്നു. അതിനുശേഷം നമുക്ക് ഇന്നലെ വേണമെങ്കിലും ഷാമ്പൂ ഇട്ട് വാഷ് ചെയ്യാം. ഞാൻ ഇന്നലെ തന്നെ ഷാമ്പൂ ഇട്ട് വാഷ് ചെയ്തു കേട്ടോ. അല്ലാത്തവർ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ഒരു ദിവസം, അതായത് ഓവർനൈറ്റ് ആ ഒരു ഹോട്ട് ഓയിൽ മസാജ് ചെയ്തതിന് ശേഷം ഹോട്ട് ഓയിൽ നമ്മുടെ ഹെയറിൽ തന്നെ വെച്ചിരുന്നാൽ നല്ലതാണ്. പിറ്റേ ദിവസം രാവിലെ വാഷ് ഔട്ട് ചെയ്ത് കളഞ്ഞാൽ മതി. ഇപ്പോൾ കണ്ടില്ലേ, എൻ്റെ സ്കാൽപ്പ് അത്യാവശ്യം ഡാൻഡ്രഫ് കാര്യങ്ങളൊക്കെ ഒന്ന് കുറഞ്ഞിട്ടുണ്ട്. അത് നമ്മൾ ഹോട്ട് ഓയിലിട്ട് നന്നായിട്ട് മസാജ് ചെയ്തുകൊണ്ടും അതുപോലെ തന്നെ നന്നായിട്ട് ഹെയർ വാഷ് ചെയ്തുകൊണ്ടുമാണ് കേട്ടോ. സോ ഞാൻ എൻ്റെ നെയിൽസ് ഒക്കെ കട്ട് ചെയ്തിട്ടുണ്ട്. എന്തുകൊണ്ടാന്ന് വെച്ചാൽ നമ്മൾ ഇന്ന് കൊടുക്കാൻ പോകുന്നത് സ്കാൽപ്പ് മസാജ് ആണ്. സോ നമ്മുടെ നെയിൽസ് വേണ്ട, ഫിംഗർ ടിപ്സ് വെച്ചിട്ട് മാത്രമാണ് നമ്മൾ സർക്കുലർ മോഷനിൽ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കേണ്ടത്. ഒരു ജെന്റിൽ പ്രഷർ വേണം മസാജ് ചെയ്ത് കൊടുക്കാനായിട്ട്. ഇതുപോലെ ഫ്രണ്ടിൽ നിന്ന് ബാക്കിലേക്ക് ഒരു സെക്ഷനും അതുപോലെ തന്നെ സൈഡിൽ നിന്ന് മിഡിലേക്കും ആ ഒരു രീതിക്ക് വേണം കറക്റ്റ് ആയിട്ട് മസാജ് ചെയ്യാൻ. സ്ലോ ആയിട്ട് സർക്കുലർ മോഷൻ വേണം മസാജ് ചെയ്ത് കൊടുക്കുക. സ്കാൽപ്പ് മസാജിന്റെ ബെനിഫിറ്റ്സ് എന്താണെന്ന് വെച്ചാൽ ബ്ലഡ് സർക്കുലേഷൻ ഇംപ്രൂവ് ആക്കും, ഹെയർ ഗ്രോത്ത് സപ്പോർട്ട് ചെയ്യും, സ്ട്രെസ് റെഡ്യൂസ് ചെയ്യും, പ്രോഡക്റ്റ് അബ്സോർപ്ഷൻ ഇംപ്രൂവ് ചെയ്യും. അതുപോലെ തന്നെ ഓയിൽ മാത്രമല്ല, നമ്മൾ ഇതുപോലെ പ്രോപ്പറായിട്ട് സ്കാൽപ്പിന് ഒരു മസാജ് അല്ലെങ്കിൽ സ്റ്റിമുലേഷൻ കൊടുത്താൽ മാത്രമേ നമ്മുടെ ഹെയർ ഗ്രോത്തിന് അത് എഫക്റ്റീവ് ആവും. അതുപോലെ തന്നെ കുറച്ച് ഡീമെറിറ്റ്സും ഉണ്ട് കേട്ടോ. അതായത് നമ്മൾ ഈ സ്കാൽപ്പ് മസാജ് ഓവറായിട്ട് നമ്മൾ പ്രഷർ കൂടുതൽ അപ്ലൈ ചെയ്താണ് മസാജ് ചെയ്യുന്നതെങ്കിൽ നമ്മുടെ ഹെയർ റൂട്ട്സിന് അത് വീക്ക് ആകും. അതുപോലെ തന്നെ നെയിൽസ് യൂസ് ചെയ്തിട്ടാണ്, അതായത് നഖം വെച്ചിട്ടാണ് നമ്മൾ സ്കാൽപ്പിൽ മസാജ് ചെയ്യുന്നതെങ്കിൽ സ്കാൽപ്പ് ഡാമേജ് ആകും. അതുപോലെ തന്നെ നമ്മുടെ നനഞ്ഞ മുടിയിൽ അഗ്രസീവായിട്ട് നമ്മൾ മസാജ് ചെയ്യാൻ പാടില്ല കേട്ടോ. അതുപോലെ തന്നെ ഒരു 3 to 5 minutes, മാക്സിമം 5 minutes or 7 minutes മാത്രമേ നമ്മൾ മസാജ് ആക്കാൻ പാടുള്ളൂ. കൺസിസ്റ്റൻസി ആണ് റിസൾട്ട് തരുന്നത്. അല്ലാതെ നമ്മൾ ചുമ്മായിട്ട് മസാജ് ചെയ്തു എന്ന് വെച്ചിട്ടൊന്നും ഒരു കാര്യമില്ല കേട്ടോ. നമ്മൾ കൊടുക്കേണ്ട നറിഷ്മെന്റ് കൊടുക്കുക, പ്രോപ്പർ സ്കാൽപ്പ് ക്ലീൻ ആക്കി വെക്കുക, അതുപോലെ തന്നെ സ്കാൽപ്പിന് വേണ്ട സ്റ്റിമുലേഷൻ കൊടുക്കുക. ഓക്കെ, സോ നിങ്ങൾ ക്ലോറിൻ വാട്ടർ ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ഒരു ടിപ്സ് കൂടി പറഞ്ഞുതരാം. നിങ്ങൾ ക്ലോറിൻ വാട്ടർ യൂസ് ചെയ്തിട്ട് വാഷ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ തലേ ദിവസം തന്നെ വെള്ളം, അതായത് ക്ലോറിൻ വാട്ടർ ബക്കറ്റിൽ പിടിച്ചു വെക്കുക. ഓവർനൈറ്റ് അങ്ങനെ വെക്കുക. സൺലൈറ്റ് കൊടുക്കാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലത്. പറ്റുന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, നിങ്ങളുടെ ബാത്റൂമിൽ തന്നെ ബക്കറ്റിൽ വെച്ചിരുന്നാൽ മതി. പിറ്റേ ദിവസം രാവിലെയോ വൈകിട്ടോ നിങ്ങൾക്ക് ഹെയർ വാഷ് ചെയ്യാം. അത്യാവശ്യം ക്ലോറിൻ എഫക്ട് നമുക്ക് കുറയ്ക്കാൻ പറ്റും. കംപ്ലീറ്റ്ലി ക്ലോറിൻ മാറ്റാൻ പറ്റില്ല, പക്ഷെ ആ ഒരു എഫക്ട് കുറയ്ക്കാൻ പറ്റും. സോ ഇതുപോലുള്ള ടിപ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മുടെ ചാനൽ ഇഷ്ടമെങ്കിൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ആക്കിക്കോ. ബൈ.